ഓണൊക്കെ എവിടം വരെയായി? ഓണം പ്രോഗ്രാംസ് ആയി വരുന്നു. ഓണക്കാലം എന്ന് പറയുന്നത് പരിപാടികൾ ഉണ്ടെങ്കിലാണ് എനിക്കൊക്കെ അതാ സന്തോഷം. അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ ട്രിവാൻഡ്രമാണ് താമസം, ട്രിവാൻഡ്രം സ്വദേശിനിയാണ്. അപ്പോൾ ട്രിവാൻഡ്രത്തെ ഓണം എന്ന് പറയുന്നത് ഓണം വാരാഘോഷം വളരെ ഗംഭീരമായിട്ട് നടക്കുന്ന പരിപാടികളാണ്. അപ്പോൾ ഒരുപാട് വേദികളുണ്ടാവും, ഗവൺമെന്റിന്റെ തന്നെ ടൂറിസത്തിന്റെ പരിപാടികൾ, ഒരുപാട് സ്റ്റേജസ് ഉണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ എവിടെയെങ്കിലുമൊക്കെ പരിപാടികൾ കിട്ടുന്നത് ഒരു സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ അല്ലാതെ തന്നെ ഓണം, പണ്ടൊക്കെ ഓണം കഴിഞ്ഞാലായിരുന്നു ഈ കേരളത്തിന് പുറത്ത് ഓണം സെലിബ്രേഷൻ. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു ഓണം സമയത്ത് തന്നെയാണ് അവിടെയും എല്ലാ സ്ഥലത്തും ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നത്. അല്ല, ദുബായിൽ എന്നൊക്കെ പറഞ്ഞാൽ അടുത്ത ഓണം വരെ ഓണമാണ്. പക്ഷെ ഇപ്പൊ അതൊക്കെ കുറെയൊക്കെ മാറിയെന്ന് എനിക്ക് തോന്നുന്നു. ഓണക്കാലത്ത് തന്നെ അവര് മാക്സിമം ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നു. അല്ല, പിന്നെ ഒരു അങ്ങനത്തെ ഒരു മെഗാ അല്ലെങ്കിൽ അത്ര നല്ല വലിയൊരു ഫെസ്റ്റിവൽ വരുന്നില്ല. ഓണം എന്ന് പറഞ്ഞാൽ നമ്മൾ കേരളീയർ മൊത്തം ആഘോഷിക്കണതായോണ്ട് അടുത്ത ഡിസംബർ വരെ ഒരു കൊല്ലം മൊത്തം ഓണം സദ്യ കഴിച്ചു മടുക്കും. ഓണം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മനസ്സിൽ ഓടി വരണത് എന്താണ്? സദ്യ. ഓഫ് കോഴ്സ് ഞാൻ വലിയൊരു സദ്യ ഫാനാണ്. ആണല്ലേ? ഓക്കെ ഓക്കെ. പായസം, നിങ്ങളുടെ ട്രിവാൻഡ്രത്ത് ബോളി അല്ലേ? അതാണ് സ്പെഷ്യൽ. ഏറ്റവും ഇഷ്ടം സദ്യയിൽ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോളിയും പാലട, പാൽപ്പായസം, ഏത് പാല് വെച്ചുള്ള പായസം. അതെനിക്ക് തോന്നുന്നു ട്രിവാൻഡ്രത്തുകാരുടെ ഒരു സ്പെഷ്യൽ വിഭവമാണ്. വേറെ സ്ഥലത്തൊന്നും എവിടെയും കണ്ടിട്ടില്ല. പക്ഷെ അതിനെതിരെ പറയുന്നവരുണ്ട്, എന്താണത്, അത് വലിയ ടേസ്റ്റ് ഇല്ലാന്ന് പറയും. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ല, അത് നമ്മൾ കുറെ കാലം മുന്നേ ശീലിച്ച് വരണായോണ്ട് പെട്ടെന്ന് നമുക്ക് വേറെ സ്ഥലത്തൊക്കെ അത് പെട്ടെന്ന് കാണുമ്പോ ചപ്പാത്തി പോലത്തെ ഒരു ബോളിയും പായസം കൂട്ടി കഴിക്കുമ്പോ, പായസം ഒഴിച്ച് അത് കൂട്ടി കുഴച്ച് കഴിക്കുമ്പോ ഒരു പഴക്ക് കൂടെ എക്സ്ട്രാ ആഡ് ചെയ്ത് പപ്പടൊക്കെ ആഡ് ചെയ്ത് കഴിക്കാം. അത് ശരിക്കും ആ 3 പായസം കഴിച്ചില്ല, ഏറ്റവും ലാസ്റ്റ് ആ പായസം കഴിക്കുമ്പോഴാണ് അതിന്റെ ടേസ്റ്റ്. ആണല്ലേ? അതായത് മറ്റ് പായസങ്ങളുണ്ടല്ലോ, പയർ പായസം അല്ലെങ്കിൽ അടപ്പായസം, കടലപ്പായസം, ഇതൊക്കെ ടേസ്റ്റ് ചെയ്ത് അവസാനമാണ് ഈ പാൽപ്പായസവും ബോളിയും. അതാണ് അതിന്റെ മെയിൻ കോമ്പിനേഷൻ, പാൽപ്പായസവും ബോളിയും. ഓക്കെ. അപ്പൊ പാലട എന്ന് പറയുന്നതും പാൽപ്പായസം, ഇതെല്ലാം അരി വെച്ചുള്ള പാൽപ്പായസം ആണെങ്കിലും പാലടയാണെങ്കിലും ബോളിയുടെ കൂടെ കോമ്പിനേഷൻ ആണ്. അതാണ് അതിന്റെ ബെസ്റ്റ്. ഓണത്തിന് ഇനി അടുത്ത പ്രോഗ്രാംസ് അബ്രോഡിലൊക്കെ ഉണ്ടോ? അങ്ങനെ ആയി വരുന്നു, പ്ലാൻഡ് ആയിട്ട് വരുന്നുള്ളൂ. ഓക്കെ.